ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ കാലമായിട്ട് നിറഞ്ഞു നിന്ന എൻ്റെ കബോർഡ് ഇന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം എന്നെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ടാവില്ല, ഇങ്ങനെ ഡ്രസ്സെല്ലാം പിന്നെ ഇടാം, ഒന്ന് മെലിഞ്ഞിട്ടിടാം, അല്ലെങ്കിൽ ഒന്ന് തടിച്ചിട്ടിടാം, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ ചെയ്ത ട്രെൻഡ് ആക്കിയിട്ട് പിന്നെ ഇടാന്ന് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ട് കുറേ ഡ്രസ്സ്. പക്ഷെ കബോർഡിലാണെങ്കിൽ സ്പേസ് ഇല്ല. എന്നാലും പഠിക്കൂല, പിന്നെയും വാങ്ങിക്കൂട്ടും, പക്ഷെ പഴയത് കളയൂല. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. നമ്മൾ കുറെ കൂട്ടി വെച്ചിട്ട് കാര്യമില്ല, വേണ്ട ആൾക്കാർക്ക് കൊടുക്കുക, അതൊരു വേസ്റ്റേജ് അല്ല എന്ന് എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ കൂടിയാണ് ഇത്. ഇവിടെ കീറിയ ഡ്രസ്സുകളില്ല, അതുകൊണ്ട് തന്നെ വിചാരിക്കും പിന്നെ കളയണ്ടല്ലോ, കീറിയിട്ടില്ലല്ലോ, കീറുന്നവരെ വെയിറ്റ് ചെയ്യാന്ന്. പക്ഷെ അത്രയും പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടോ, ഇനി യൂസ് ചെയ്യാൻ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും പിന്നെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള കുറെ ഡ്രസ്സുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതിന്റെ കൂടെ പിന്നെ എക്സ്ട്രാ പുതിയ ഡ്രസ്സുകൾ വാങ്ങും. സോ നമ്മളെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഡ്രസ്സിന് ആവശ്യപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനാണ് പ്ലാന്. നമ്മളിവിടെ വീട്ടിന്റെ അടുത്ത് തന്നെ ഒരു അൽമാര പോലത്തെ ഒരു പ്ലേസ് ഉണ്ട്. അവിടെ നിന്ന് വെച്ചാൽ നമുക്ക് വേണ്ടാത്ത ഡ്രസ്സ്, പക്ഷെ കീറിയൊന്നും ആയിരിക്കില്ല, നല്ല നമ്മൾ യൂസ് ചെയ്യാത്ത എന്തെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ അവരെടുത്തിട്ട് പോകും. അതർ സൈഡ് നമ്മൾ വേറൊരാൾക്ക് ഹെൽപ്പും ചെയ്യാണ്, നമുക്ക് ഡ്രസ്സ് നമ്മൾ കളയുന്നുമില്ല, അല്ലേ? സോ അങ്ങനത്തെ ഒരു പ്ലാൻ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, എന്തിനാ വെറുതെ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നത്, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ ആൾക്കാർക്ക് കൊടുക്കാലോ എന്നുള്ളൊരു പ്ലാൻ വന്നിട്ടാണ് ഈ ലോങ് വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചാക്ക് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം. അതിൽ നമുക്ക് വേണ്ടാത്ത ഡ്രസ്സെല്ലാം കൂടി എടുത്തിട്ട് ഇടണം. ഞാനും ചേച്ചിയും കൂടിയാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇത്രയും ഡ്രസ്സുകളുണ്ട്. ഇത് ഒറ്റ അൽമാറായിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത അൽമാറുണ്ട്, വേറെ 2 അൽമാറുണ്ട്. സോ നമുക്ക് ഇത് ആദ്യം പാക്ക് ചെയ്യാം. നമ്മളിത് പാക്ക് ചെയ്യുകയാണെങ്കിലും ഒന്നും നമുക്ക് കളയാനൊന്നും തോന്നുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പുതിയ ഡ്രസ്സുകളും നല്ല ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കണ്ട. നല്ല ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ ഇവിടെ ചാക്കിലാണ് വെച്ചത്. അതൊന്നും ഇങ്ങോട്ട് കാണിക്കുകയത്. ഇവിടെയാണ് ഞങ്ങൾ നല്ല ഡ്രസ്സുകളുള്ളത്. കണ്ടോ, യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളാണെങ്കിൽ ഇവിടെ. നമുക്ക് അതെല്ലാം മാറ്റിയിട്ട് നല്ല ഡ്രസ്സുകളെല്ലാം ഇവിടെ വെക്കാം. ഇത്രയും ചാക്ക് നിറഞ്ഞു. ഇനി അൽമാറ കാണിച്ചുതരാം. ഇത്രയും ഗ്യാപ്പാ. അത് വേണ്ട ഡ്രസ്സുകൾ, ബാക്കിയെല്ലാം വേണ്ടാത്ത ഡ്രസ്സുകൾ. ഇതിപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്യുന്ന അറിയില്ല. ആദ്യത്തെ അൽമാരി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും സ്പേസ് ബാക്കിയുണ്ട്. എക്സ്ട്രാ ഇങ്ങനത്തെ ചാക്കിലും ഇങ്ങനത്തെ പെട്ടിയിലും എല്ലാം ഡ്രസ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ആവശ്യമില്ല, അതെല്ലാം ഇതിൽ വെച്ചിട്ടാണ് ഇത്രയും ഗ്യാപ്പ്. ഇനി നമുക്ക് അടുത്ത അൽമാരിയിലേക്ക് പോകണം. ഇനി നമുക്ക് ഇതെല്ലാം വേണ്ടാത്തത് മാറ്റി വെക്കണം. ഫസ്റ്റ് അറ കാലിയാക്കി. ഫസ്റ്റ് അറയിൽ ഇത്രയും വേണ്ട ഡ്രസ്സ്, ഇത്രയും വേണ്ടാത്ത ഡ്രസ്സ്. അങ്ങനെ ഈ അൽമാരി സെറ്റ് ചെയ്ത്. ഇതിൽ ഗ്യാപ്പൊന്നുമില്ല, പക്ഷെ ഒന്ന് അസംബിൾ ചെയ്ത് വെച്ച്. ഇവിടെ ബെഡ്ഷീറ്റ് മാത്രം, ഇവിടെ അമ്മേൻ്റെ സാരി ആൻഡ് ബ്ലൗസ്, ഇവിടെ എൻ്റെ വീട്ടിൽ നിന്നിരുന്ന ഡ്രസ്സുകൾ മാത്രം. നമ്മൾ 2 അൽമാര ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3ാമത്തെ അൽമാരയിലേക്ക് പോകാം. അപ്പുറത്തെ റൂമില്ല. ഇതാ ഇത്രയാണ് കിട്ടിയത്. ഒരു ചാക്ക്, 2 ചാക്ക്. ഇനിയും ചാക്ക് വേണ്ടി വരും. അടുത്ത അൽമാര തപ്പാൻ പോകും. സോ ലെറ്റ്സ് ഗോ ആൻഡ് ക്ലീൻ അടുത്ത അൽമാറ. 3ാമത്തെ അൽമാറ. ഈ അൽമാരയുടെ ഒരു അവസ്ഥ കാണിച്ചുതരാം. സോ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇതിലിനി വേണ്ടതും വേണ്ടാത്തതും ഒക്കെ മാറ്റി വെക്കണം. സോ ലെറ്റ്സ് ഗോ. അടുത്ത ചാക്ക് ഇത്രയും ഫില്ലായി, ക്ഷീണിച്ചു. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഈ ഒരു ചാക്കിൻ്റെ ഹാഫ് ഫില്ല് ചെയ്ത്. ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്, ഇവിടെ ഫുൾ സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത അൽമാറിയിലേക്ക് പോകാം. ബയോ. സോ അടുത്ത അൽമാറി വലിയ കുഴപ്പമില്ല. തീരെ വേണ്ടാത്ത ഡ്രസ്സുകളല്ല, പക്ഷെ കുറച്ച് പുതിയ ഡ്രസ്സുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. ഇൻ കേസ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒതുക്കി വെക്കാം. ഇവിടെ കറക്റ്റ് ഫില്ലാണല്ലോ, ഒന്നും എക്സ്ട്രാ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
ഈ അൽമാറിയിൽ നിന്ന് കിട്ടിയ കളക്ഷൻസാണ് ഇത്. ഇതിൽ കുറച്ച് നല്ലതുകൊണ്ട് കുറേ വേണ്ടാത്തതുകൊണ്ട്. ആൻഡ് ഇതാണ് സ്പേസ് കിട്ടിയത്. സോ വി ആർ ഡൺ വിത്ത് 4th അൽമാറ. ഇനി നമുക്കിതെല്ലാം റാപ്പ് ചെയ്യണം, എന്നിട്ട് നമുക്ക് കൊടുക്കണം. അത് ഇന്ന് നടക്കൂല. ഇപ്പം തന്നെ ഒരു 8 മണി ആയിട്ടുണ്ടാവും. 12 മണിക്ക് തുടങ്ങിയത്. യു ക്യാൻ സീ മൈ ടയേർഡ് ഫേസ്. ബാക്കി കാര്യങ്ങളൊക്കെ നാളെ നോക്കാം. അങ്ങനെ ലാസ്റ്റ് ഇത്ര ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ബൈ.